ടിപ്സ് ഒക്കെ എന്തായാലും ഓർത്ത് വയ്ക്കുക. ഇതൊക്കെ തന്നെ ഈ ഒരു സീസണിൽ കണ്ടിന്യൂ ചെയ്യുക. സീസണല്ല, ഇതൊക്കെ തന്നെ നിങ്ങൾ ശരിക്കും സ്ഥിരമായിട്ട് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഹെയറിലുള്ള ഓൾമോസ്റ്റ് എല്ലാ പ്രോബ്ലത്തിനെ നമുക്ക് ഒരുമാതിരി പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് അപർണ. അപ്പോൾ ഈ ചാനൽ ഫസ്റ്റ് ടൈം ആയിട്ടാണ് വരണമെങ്കിൽ ഞങ്ങളുടെ ചാനലിൽ ഈ ലൈഫ് ഓഫ് എംസ് എന്ന് പറഞ്ഞ ചാനൽ ഞങ്ങളുടെ ലൈഫിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. അതിൽ ഹോൾ വീഡിയോസ് ഉണ്ട്, പിന്നെ ഹെയർ കെയർ, സ്കിൻ കെയറും, പിന്നെ ഞങ്ങളുടെ ട്രാവൽ ട്രാവൽ ചെയ്യുന്ന വീഡിയോസ് എല്ലാം കൂടിയിട്ടുള്ള ഒരു ചാനലാണ്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണുക. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ ഒപ്പം ബെൽ ഐക്കണും കൂടി ഞെക്കുമ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുള്ളൂ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മളുടെ നാട്ടിലിപ്പോൾ മൺസൂൺ ആണ്, മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ ഒരു സമയത്താണ് നമുക്ക് ഹെയറിനും സ്കിന്നിനും ഒക്കെ ഭയങ്കരമായിട്ട് കെയർ കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ കുറച്ച് മൺസൂൺ ടൈമിലുള്ള ഹെയർ കെയർ ടിപ്സ് ആണ് ഞാനിപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. എനിക്ക് യൂസ്ഫുൾ ആയിട്ട് ഞാൻ ചെയ്തു വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു മൺസൂൺ ടൈമിൽ ഹെയറിനെ നമുക്ക് നല്ലോണം ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണാം. എല്ലാം പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഈ ഒരു മൺസൂൺ ഹെയർ കെയർ ടിപ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പേ ഞാനൊരു ജനറലി കുറച്ച് കാര്യങ്ങളൊക്കെ പറയട്ടെ കേട്ടോ. നമ്മൾ ഈ ഒരു മൺസൂൺ സീസണിലാണ് ഹെയറിൽ കൂടുതലായിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്യൂസ് ഉണ്ടാവുന്നത്. ഹെയർ ഫോൾ തൊട്ട് ഭയങ്കര ഡാമേജ് ആയിരിക്കും, ഭയങ്കര ഫ്രിസി ഹെയർ ആയിരിക്കും, ഡാൻഡ്രഫ് ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ ഇൻഫെക്ഷൻസ് ഒക്കെ കൂടുതൽ വരാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈർപ്പം നിന്നിട്ട് പെട്ടെന്ന് ഉണങ്ങില്ലല്ലോ, കുറേ ടൈം എടുക്കില്ലേ, അപ്പോൾ ഇൻഫെക്ഷൻ വരും. ലൈക്ക് ഇങ്ങനെ ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ പോലെ ഭയങ്കര ഇച്ചിനെസ് ഉണ്ടാവും. ചിലർക്ക് ഇങ്ങനെ തരി പോലെ കുരുക്കൾ പോലെ വരും. പിന്നെ അതുപോലെ മുടിയിൽ കായ എന്ന് പറഞ്ഞു കേട്ടില്ലേ, അത് നമ്മളിങ്ങനെ മുടി ഫുൾ ഉണങ്ങാണ്ടൊക്കെ ഇങ്ങനെ കെട്ടി വെക്കുമ്പോഴൊക്കെ ഉണ്ടാണ്. ഈ സ്കൂളിലൊക്കെ പോകുന്ന ടൈമിലൊക്കെ കൂടുതൽ നമുക്ക് ഉണ്ടാവാറില്ലേ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഈ ടൈമിൽ കൂടുതൽ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് എക്സ്ട്രാ കെയർ ഭയങ്കര ആവശ്യമാണ്. ഈ ഒരു ഹെയർ ഫോൾ എന്നൊക്കെ പറയുന്നത് ആക്ച്വലി നമ്മൾ വിചാരിച്ചു നമ്മൾ സമ്മറിലൊക്കെ ഇത്ര പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് മൺസൂണിൽ ശരിയാണെന്ന് വിചാരിക്കും. പക്ഷെ മൺസൂണിലാണ് അതിൽ കൂടുതൽ വരാൻ പോണേ. അറൗണ്ട് 30% എക്സ്ട്രാ വരും എന്നാണ് സ്റ്റഡീസിൽ പറയണേ. നിങ്ങൾ അത് കേട്ട് ഇനി കൂടുതൽ ടെൻഷൻ അടിക്കണ്ട. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൂടുതൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് ഹെയറിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പം ഇനി നമുക്ക് ടിപ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹെയർ വാഷിങ്. ഹെയർ വാഷാണ് നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ലാസ്റ്റത്തെ വീഡിയോ ഹെയർ ഗ്രോത്തിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡെയിലി ഹെയർ വാഷ് ചെയ്താലും കുഴപ്പമില്ല. എനിക്ക് കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോറിൻ അങ്ങനത്തെ വെള്ളമൊന്നുമല്ല, നല്ല കിണറിലെ വെള്ളമാണെങ്കിൽ ഡെയിലി വാഷ് ചെയ്യണതിന് കുഴപ്പമില്ല എന്ന് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ ഒരു ടൈമിൽ ഞാൻ സജസ്റ്റ് ചെയ്യില്ല ഡെയിലി വാഷ് ചെയ്യാനുള്ളത്. ഡെയിലി ഇല്ലെങ്കിലും ഓൾട്ടർനേറ്റ് ഡേയ്സ് അല്ലെങ്കിൽ വീക്ക്ലി ത്രൈസ്, അതാണല്ലോ എല്ലാവരും ഇപ്പോൾ സജസ്റ്റ് ചെയ്യണത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യണമെങ്കിൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. അതല്ല സ്ഥിരം കുളിക്കണം എന്ന് ഉള്ളവർ സ്ഥിരം ഇല്ലാണ്ട് ഒരു ഓൾട്ടർനേറ്റ് ഡേയ്സ് എടുത്ത് കുളിച്ചു കഴിഞ്ഞാൽ അത്ര നല്ലത്. വാഷ് ചെയ്യണ കാര്യം ഞാൻ പറയാം. വാഷ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ടൈമിൽ എന്തായാലും നമ്മൾ ഒരു മൈൽഡ് ഷാംപൂ അല്ലെങ്കിൽ കണ്ടീഷണർ ഭയങ്കര ആവശ്യമാണ്. കാരണം കൂടുതലും ഹെയർ ഭയങ്കര ഡ്രൈ ആവാനും ഫ്രിസി ആവാനുള്ള ചാൻസസ് കൂടുതലാണ് ഈ മൺസൂണിൽ. അപ്പം അതുകൊണ്ട് നമ്മൾ ഏത് ഷാംപൂ ആണോ നിങ്ങൾ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷാംപൂ തന്നെ യൂസ് ചെയ്യുക. ഞാൻ നേരത്തെ സജസ്റ്റ് ചെയ്യണത് മൈൽഡും നാച്ചുറൽ ഷാംപൂസ് ആണ്. അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഓപ്ഷനിൽ ഞാൻ താളിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതല്ല ഇപ്പം അതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഏത് ഷാംപൂ ആണ് യൂസ് ചെയ്യുന്നത് ആ ഷാംപൂ കണ്ടിന്യൂ ചെയ്യുക. അതിൻ്റെ ഒപ്പം കണ്ടീഷണർ ഭയങ്കര അത്യാവശ്യമാണ്. അത് നിങ്ങൾ ചെയ്യണില്ലെങ്കിൽ ഇനി തൊട്ട് എന്തായാലും സ്റ്റാർട്ട് ചെയ്യണം. അപ്പം തന്നെ നമുക്ക് ഹെയറിൽ ഭയങ്കര ഡിഫറൻസ് ഫീൽ ചെയ്യും കേട്ടോ, കണ്ടീഷണറും കൂടി ഇടുമ്പോൾ. പിന്നെ ഉള്ളത് നെക്സ്റ്റ് എക്സ്ട്രാ വരുന്നത് സെറം, ഹെയർ സെറം, ആൻറ്റി ഫ്രിസ് ഹെയർ സെറം എന്ന് പറഞ്ഞിട്ട് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. കുറേ ബ്രാൻഡ് ഉണ്ടല്ലോ, ലോറിയലിൻ്റെ ഉണ്ട്, ലിവോണിൻ്റെ ഉണ്ട്. അതൊക്കെ നമുക്ക് സാധാരണ സൂപ്പർ മാർക്കറ്റ് ഷോപ്സിലൊക്കെ കിട്ടും. അതും ജസ്റ്റ് നമുക്ക് വെറ്റായി കഴിഞ്ഞ് കുളിച്ച് കഴിഞ്ഞ് വന്ന ഉടനെ ജസ്റ്റ് കയ്യിൽ ടാപ്പ് ചെയ്തിട്ട് ഇങ്ങനെ തട്ടി കൊടുക്കണം, പരട്ടി കൊടുക്കണം. സ്കാൽപ്പിലല്ല സെറം പരട്ടേണ്ടത്, ഹെയറിൻ്റെ അറ്റത്ത് തുമ്പത്ത് മാത്രം
പുരട്ടിയാൽ മതി. അത് ഈ ഒരു ടൈമിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടെ. ഹെയർ സെറം കൂടിയും യൂസ് ചെയ്യണം നിങ്ങൾ. അപ്പം ഇത്തരം ഈ ഒരു ഫ്രിസി ആയിട്ടും അങ്ങനെയൊക്കെ ഇരിക്കണത് നമുക്ക് കുറച്ചുകൂടി കൺട്രോൾ ചെയ്ത് മാനേജബിൾ ആക്കാൻ പറ്റും ഹെയർ. ഈ ടൈമിൽ ഹീറ്റിംഗ് ഹെയർ ഡ്രയർ ഒന്നും യൂസ് ചെയ്യാണ്ടിരിക്കുക. കൂടുതൽ അത് മോശമാക്കുകയുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ ആക്കുകയുള്ളൂ, ഫ്രിസി ആക്കും ഹെയർ. അപ്പം തന്നെ അത് ഉണങ്ങിക്കോട്ടെ, ഓപ്പൺ ആയിട്ടിടുക ഹെയർ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിനെ കോംബ് ചെയ്യേണ്ടതാണ്. അത് വൈഡ് കോംബ്സ് ഇല്ലേ, ഭയങ്കരമായിട്ട് വൈഡായിട്ടുള്ള കോംബ്സ് ആണ് എന്ന് വെച്ചാൽ പല്ലുകളോടിയിട്ടുള്ള ചീപ്പാണ് യൂസ് ചെയ്യേണ്ടത്. അത് ഇങ്ങനെ എൻഡ് തൊട്ട് ഇങ്ങനെ ചീവി 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 വരിക. അല്ലാണ്ട് ബെസ്റ്റ് ഞാൻ പ്രിഫർ ചെയ്യേണ്ടത് കൈകൊണ്ട് തന്നെയാണ് കേട്ടോ. കൈകൊണ്ട് തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ കുളിച്ചതിന് ശേഷമല്ല, ഒരുമാതിരി ഉണങ്ങിന്ന് ഉറപ്പ് വരുത്തിയിട്ട് കൈകൊണ്ട് നമ്മൾ പണ്ട് ഇങ്ങനെ വിടർത്തില്ലേ, അത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം ആ ഒരു ഗ്യാപ്പിലൂടെ നമുക്ക് അധികം ബ്രേക്കേജ് ഉണ്ടാവില്ല, അപ്പോൾ ഹെയർ ഒട്ടും പൊട്ടില്ല. അങ്ങനെ നമുക്ക് വിടർത്തി കൊടുക്കാം. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നെക്സ്റ്റ് വൺ വന്നിട്ട് ഹെയർ ഓയിലിംഗ് ആണ്. ഓയിലിംഗ് എന്താ പറയാ, ഭയങ്കരമായിട്ട് അത്യാവശ്യമുള്ള കാര്യങ്ങൾ, സ്കിപ്പ് ചെയ്യാനേ പാടില്ല. ഇതുവരെ തലയിൽ ഹെയർ ഓയിൽ യൂസ് ചെയ്യാത്തവരുണ്ടോ, നിങ്ങൾ ഈ വീഡിയോ കാണണ്ടോ എങ്കിൽ ഇന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് ഹെയർ ഓയിൽ കൊടുക്കേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെയറിന് തലയ്ക്ക് മോയ്സ്ചറൈസിങ് ഭയങ്കര അത്യാവശ്യമാണ്. മുടി വളരാനുള്ള കാര്യം പോട്ടെ, അതല്ലാണ്ട് നമുക്ക് നമ്മുടെ തലയ്ക്ക് ഉണ്ടാവുന്ന ബ്ലഡ് സർക്കുലേഷനും അതുപോലെ സ്ട്രെസ് റിലീഫും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ നല്ലോണം ഓയിൽ മസാജ് ചെയ്യണം. ഹെയർ ഓയിലിംഗ് അപ്പൊ അത്ര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിങ്ങൾ എന്ത് ഓയിലാണ് യൂസ് ചെയ്യുന്നത് ആ ഓയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുക. കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലുണ്ടാക്കിയ കാച്ചിയ വെളിച്ചെണ്ണയോ അങ്ങനെ എന്താണെങ്കിലും. പിന്നെ ഇപ്പൊ മാർക്കറ്റിൽ അങ്ങനെയൊക്കെ കുറെ ഞാൻ റിവ്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ട്, പല ബ്രാൻഡിന്റെയും. ഒണിയൻ ഹെയർ ഓയിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ റിവ്യൂസ് ഒക്കെ നോക്കിയിട്ട് നല്ല ബ്രാൻഡിന്റെ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് യൂസ് ചെയ്ത് തുടങ്ങാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാൻഡ്രഫിനോ ഹെയർ ഫോളിനോ അങ്ങനെ എന്താ പ്രോബ്ലം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ചിട്ടുള്ള ഓയിലും മേടിച്ച് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ആ ഒരു ഹോട്ട് ഓയിൽ മസാജാണ്. അതിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യണം. ഹോട്ട് ഓയിൽ മസാജ് തന്നെ ചെയ്യണം. അപ്പോൾ ആ ഒരു മസാജിങ്ങിലൂടെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കൂട്ടി മുടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്തി ആയിട്ടിരിക്കും. നമുക്ക് അതിനെ നല്ലോണം മോയ്സ്ചർ അവിടെ ലോക്ക് ചെയ്ത് വെക്കാനും പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് നമ്മൾ എന്തായാലും ഷാമ്പൂ ഒക്കെ ഇടേണ്ടതാണല്ലോ. അപ്പോൾ ഷാമ്പൂ ഒക്കെ ഇടണമെങ്കിൽ എന്തായാലും ഹെയർ ഓയിലിംഗ് ഭയങ്കര ബെസ്റ്റാണ് സ്റ്റാർട്ടിങ്ങിൽ. പിന്നെ ഹെയർ ഓയിലിംഗിന്റെ കാര്യത്തിൽ വേറെ എടുത്ത് പറയാനുള്ളത് ഈ ഒരു ടൈമിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി എനിക്ക് തോന്നുന്നു ഭയങ്കര കൂടുതൽ. നമ്മൾ സ്ഥിരം യൂസ് ചെയ്യണ പോലെ തല ഫുൾ ഇങ്ങനെ ഓയിൽ വെച്ച് ചെയ്യാൻ ഈ ഒരു ടൈമിൽ ഞാൻ സജസ്റ്റ് ചെയ്യില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഓയിൽ മതി, അപ്പോൾ കുറച്ച് ഷാമ്പു യൂസ് ചെയ്താൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടൈമിൽ ഇപ്പൊ കൂടുതൽ ഓൾറെഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ സീസൺ കാരണം ഇഷ്യൂസ് കൂടും. അപ്പം നമ്മളിനി കൂടുതൽ കുറേ വേറെ കാര്യങ്ങളും കൂടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാമ്പു ഒക്കെ കൂടുതൽ യൂസ് ചെയ്യേണ്ടി വരുമല്ലോ. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഓയിലിന്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ആ ഒരു 3 ദിവസമാണ് ചെയ്യണമെങ്കിൽ ആ 3 ദിവസം യൂസ് ചെയ്യുക. എന്നിട്ട് ക്വാണ്ടിറ്റി കുറച്ചിട്ട് മാത്രം സ്കാൽപ്പിൽ മാത്രം നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ സ്റ്റെപ്സ് വെച്ചിട്ട് ഹെയർ വാഷ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഹെയർ വാഷിങ്ങും അത് കഴിഞ്ഞിട്ട് ഹെയർ ഓയിലിങ്ങും വന്നത്. അതുപോലെ ഈ സമയത്ത് ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഇളം വെയിൽ കൊള്ളിക്കണത് വളരെ നല്ലതാണ്. കാരണം നമ്മൾ മുടിയൊക്കെ കെട്ടി വെച്ചിട്ട് ആ ഈർപ്പം നിൽക്കലും ഒരു സ്മെല്ലൊക്കെ ഉള്ളത് അതൊക്കെ പോകാൻ ഈ സൺലൈറ്റ് കൊണ്ട് സഹായിക്കും. വന്നിട്ട് ഹെയർ പാക്ക് ഇടുന്നതാണ്. നമ്മൾ ഈ ഒരു ആഴ്ചയിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞില്ല എക്സ്ട്രാ കെയർ കൊടുക്കേണ്ടതാണ് നമ്മൾ ഈ ഒരു സീസണിലെ ഹെയറിനെ. അപ്പോൾ ഹെയർ മാസ്കോ അല്ലെങ്കിൽ ഹെയർ പാക്കോ ഭയങ്കര അത്യാവശ്യമാണ്. നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും അത് ഹെയറിന് വേണ്ടിയിട്ട് ചെയ്യണം. അത് ഏത് ഹെയർ പാക്കാ എന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അത്തരം DIYs ഒക്കെ യൂട്യൂബിൽ തന്നെ അവൈലബിൾ ആണ്. നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് പറയാനറിയില്ല, നിങ്ങൾക്കറിയാം നിങ്ങളുടെ പ്രോബ്ലം എന്താണ്. ഡാൻഡ്രഫിന് വേണ്ടിയിട്ടാണോ, ഹെയർ ഫോളിന് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ സ്പ്ലിറ്റ് എൻഡ്സിന് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ ഇങ്ങനെ ഫ്രിസി റഫ് ആയിട്ടിരിക്കുന്ന ഹെയർ ആണോ നിങ്ങളുടെ, അതനുസരിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു നല്ല മാസ്ക് സെലക്ട് ചെയ്യുക. അത് യൂസ് ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് കുറച്ച് നാൾ കണ്ടിന്യൂ ചെയ്യുക. അതിപ്പോൾ ലൈക്ക് ഈ ഒരു ടൈമിൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന കുറേ മാസ്കുകളൊക്കെ ഉണ്ടല്ലോ. അങ്ങനത്തെ ചില മാസ്കുകളൊന്നും ഈ ഒരു ടൈമിൽ യൂസ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സീസണിൽ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ലൈക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ
മുരിങ്ങയുടെ ഇലയുടെ മാസ്ക് എന്ന് വെച്ചാൽ മുരിങ്ങയില ഇങ്ങനെ അരച്ചിട്ട് അത് ഹെയർ മാസ്ക് ആയിട്ട് ഇടുന്നത് ഉണ്ടല്ലോ, അതൊക്കെ ഈ ടൈമിൽ അവോയ്ഡ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ മറ്റേ ഉലുവ നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണല്ലോ, അതില്ലാതെ ഒരു ഫാക്ട് ഇല്ലല്ലോ. അപ്പോൾ ഉലുവയും നമ്മൾ ഈ ടൈമിൽ കുതിർത്തി അരക്കില്ലേ, അരച്ചിട്ട് പരട്ടണത് അത് ഓൾറെഡി ഭയങ്കര ഡ്രൈ ആക്കും ഉലുവ, നമുക്കറിയാലോ. അപ്പോൾ ഈ ഒരു ടൈമിൽ, ഈ ഒരു മൺസൂൺ സീസണിൽ അത് ആ ഒരു പാക്ക് അവോയ്ഡ് ചെയ്യായിരിക്കും നല്ലത്. അതല്ലാണ്ട് നമുക്ക് ഉലുവ വെള്ളം കുതിർത്തി വെച്ചിട്ടുള്ള ആ വെള്ളം വെച്ചിട്ടൊക്കെ സ്കാൽപ്പ് കഴുകാനും അല്ലെങ്കിൽ ഇങ്ങനെ സ്പ്രേ ഒക്കെ പോലെ ചെയ്യാനും അത് കുഴപ്പമില്ല. പക്ഷെ അരച്ച് പരട്ടണത് ഈ ഒരു ടൈമിൽ ഒഴിവാക്കാം. അപ്പൊ നമുക്ക് പക്ഷെ എന്നാ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള മാസ്കുകൾ ഞാൻ പറയാം. ഓൾറെഡി ഞാൻ ഒരെണ്ണം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കോക്കനട്ട് ഓയിലും ഹണിയും കൂടിയും യൂസ് ചെയ്തിട്ടുള്ളത്. അത് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു ഭയങ്കര റഫും ഫ്രിസി ആയിട്ട് ഇരിക്കുന്നതിനെ കുറച്ചും കൂടി മാനേജബിൾ ആക്കാൻ പറ്റും. ആ ഒരു ഹണിയിലുള്ള ആ ഒരു മോയ്സ്ചറൈസിങ് കണ്ടന്റും അതെല്ലാം കൂടിയും വരുമ്പോൾ. എന്നിട്ട് ഞാൻ യൂസ് ചെയ്യണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അലോവേരയാണ്. അലോവേര വീട്ടിൽ നിറയെ ഉണ്ട്. അപ്പൊ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഹെയറിന് വേണ്ടി ചെയ്യണം തോന്നുകയാണെങ്കിൽ അതിൽ നിന്ന് മുറിച്ചെടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ആ ഒരു മുകളിലെ ലീഫ് ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഡയറക്റ്റ്ലി ഇങ്ങനെ സ്കാൽപ്പിൽ ഇങ്ങനെ ഉറച്ചു കൊടുക്കും. അത് എന്നിട്ട് ഒരു മേ ബി ഒരു ഹാഫ് ആൻ അവർ 1 മണിക്കൂർ വെച്ചിട്ട് വെറുതെ വെള്ളം കൊണ്ട് കഴുകി കളയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാമ്പു അങ്ങനെ ആവശ്യം ഇല്ലല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തൊക്കെ പോകാൻ അങ്ങനെയൊന്നുമില്ല, എപ്പോഴും ഷാമ്പു ഇടില്ല, ആവശ്യത്തിന് ഇടുള്ളൂ. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയും. അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. പിന്നെ അതല്ലാത്തുണ്ടെങ്കിൽ കേർഡ് കൊണ്ടുള്ള മാസ്കുകളുണ്ട്. കേർഡും എഗ് വൈറ്റും കൂടി ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള മാസ്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ബേസൻ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള മാസ്കുകൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ ഹെയർ കട്ടിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ സ്പ്ലിറ്റ് എൻഡ്സ് ഉണ്ടോ എന്ന് നോക്കുക. സ്പ്ലിറ്റ് എൻഡ്സ് ഉള്ള അനുസരിച്ചിട്ടാണ് നമ്മൾ ഹെയർ കട്ട് ചെയ്ത് ട്രിം ചെയ്ത് കൊടുക്കേണ്ടത്. അത് എനിക്ക് തോന്നുന്നു ഇപ്പം എല്ലാവരും കൂടുതൽ പറയുന്നത് 3 months ഒക്കെ വിട്ട് ഹെയർ കട്ട് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 6 months ഗ്യാപ്പിലെങ്കിലും ഹെയർ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലത്. ഞാൻ അങ്ങനെ എപ്പോഴും കട്ട് ചെയ്തുകൊണ്ടിരിക്കാറില്ല. പക്ഷെ സ്പ്ലിറ്റ് എൻഡ്സ് ഇല്ല, പക്ഷെ നിങ്ങൾക്ക് സ്പ്ലിറ്റ് എൻഡ്സ് ഉണ്ട്, നിങ്ങളത് നോട്ടീസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ എവിടെ ഉണ്ടോ അവിടെ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അതിൽ ഇങ്ങനെ കയറി പോയി ഫുള്ളായിട്ട് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അത് നിങ്ങൾ നോക്കിയിട്ടാണ് ഹെയർ കട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. പിന്നെ ഹെയർ കട്ടിനോട് വരുമ്പോൾ തന്നെയാണ് സ്റ്റൈലിങ്. അതനുസരിച്ച് നമ്മൾ സ്റ്റൈൽ ചെയ്യുന്ന കാര്യങ്ങളില്ല. ഇപ്പോൾ കുറേ ട്രീറ്റ്മെൻറ്റ്സ്, ഓൾദോ സ്ട്രെയിറ്റനിങ് ആണെങ്കിലും കേളിങ് ആണെങ്കിലും അല്ലെങ്കിൽ അങ്ങനത്തെ പല കാര്യങ്ങളുണ്ടല്ലോ, കളറിങ് ഒക്കെ ആണെങ്കിലും അതൊക്കെ എനിക്ക് തോന്നി ഈ ഒരു ടൈമിൽ അവോയ്ഡ് ചെയ്യായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പം മുടി തന്നെ അങ്ങനെ ഫ്രീ ആക്കി വെക്കുക. അത് സാധാരണ നാച്ചുറലി എങ്ങനെ ഇരിക്കണോ അതുപോലെ തന്നെ ഇരിക്കട്ടെ. ഈ സീസണിൽ ട്രൈ ചെയ്യാൻ പറ്റിയായിട്ടുള്ള ബേസിക് ഹെയർ സ്റ്റൈൽസ് എന്ന് പറയുന്നത് മെയിൻലി ഒന്ന് പോണിറ്റെയിൽ നല്ല ലൂസായിട്ട് കെട്ടുക. അതുപോലെ ബണ്ണില്ലേ, ഹൈ ബണ്ണോ അല്ലെങ്കിൽ ലോ ബണ്ണാണെങ്കിലും അതും നല്ലവണ്ണം ലൂസാക്കി കെട്ടുക. പിന്നെ നമ്മൾ സ്ഥിരം ചെയ്യണ പോലെ മുടി പിന്നിടലും ഈ ഒരു സീസണിന് യോജിക്കുന്ന ഹെയർ സ്റ്റൈലുകളാണ്. ഇത്രയൊക്കെയാണ് ഈ ഒരു മൺസൂൺ ഹെയർ കെയർ ടിപ്സ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ലൈക്ക് വളരെ ബേസിക് ആയിട്ടുള്ള സാധാരണ ചെറിയ കാര്യങ്ങളാണ്. നമ്മൾ കുറേ വിട്ടു പോകണ എന്ന് വെച്ച് കഴിഞ്ഞാൽ സില്ലി ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ അറിയാണ്ട് ഓർക്കാണ്ടൊക്കെ ചെയ്യണ കാര്യങ്ങളും കൊണ്ടാണ് ഹെയറിനൊക്കെ ഇത്രയും ഇഷ്യൂസ് വരുന്നത്. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതെല്ലാവർക്കും ഇഷ്ടമായി, യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇതപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിലുള്ള റിലേറ്റീവ്സിനും കസിൻസിനും ഒക്കെ ഷെയർ ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യുക. പിന്നെ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ പറയുക. ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് കാണണമെങ്കിൽ, വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ ഒപ്പം തന്നെ ആ ബെൽ ഐക്കണും കൂടിയും പ്രസ് ചെയ്താൽ ഞാനും ഇടുമ്പോൾ ഉള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരും ഈ ടൈമിൽ സേഫ് ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. ഇതൊക്കെ കഴിയും എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. വാക്സിനേഷനൊക്കെ സ്ലോട്ട് കിട്ടുന്നതനുസരിച്ച് എല്ലാവരും വാക്സിനേഷനൊക്കെ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.